നിങ്ങൾ ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ വീട്ടിൽ കിണർ കുഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു 3-4 ദിവസമായി ചെയ്തു തുടങ്ങിയിട്ട്. ഇതിനിടയിൽ ഇന്നത്തെ ദിവസം ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ബ്രേക്ക് വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജോലി ചെയ്യുന്ന 2 മാമ്മമാർ ഉണ്ട്. മൊത്തം 3 പേര് അവർ ചെയ്യുന്നത്. 2 പേർക്ക് ഇന്ന് വരാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പേരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ വരെയായി, വെള്ളം കണ്ടോ, കിണർ കുഴിച്ച് കഴിഞ്ഞോ എന്നൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരുടെ അടുത്ത് ഞാനൊരു ചെറിയൊരു അപ്ഡേഷൻ തരാമെന്ന് വെച്ചു. അപ്പം 2 പേരും വന്നിട്ടുണ്ട്. ഞാൻ 2 പേരെ കാണിച്ചു തരാം. ഞങ്ങളിവിടെ തമാശയ്ക്ക് ഇവരെ പറയുന്ന ഡേ നോക്കരുത്, പണിയുന്ന കറക്റ്റാണോ? ഇവർ 2 പേരും ഒരു സമയമാകുമ്പോൾ വന്ന് ഇങ്ങനെ ഇവിടെ കിടക്കുവേ. ഇവരെ നമ്മൾ മെയിൻ കൺട്രാക്ടർമാരെന്നൊക്കെ കേട്ടോ വിളിക്കുന്നത് തമാശയ്ക്ക്. പെൺകുട്ടി ഇവളാണേ. ഇവള് ഞാനൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇട്ട് കാണിച്ചു തരാം. വേണ്ട, അടുത്താളതുകൊണ്ട് ഇതെന്ത് ചെയ്യുന്നേ? ഡേ എന്തോ അവിടെ എന്താ പരിപാടി? ഇവർ 3 പേരാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഡേ എത്തി നോക്കരുത്. അപ്പോൾ കിണർ കുഴിപ്പോൾ തന്നെ അന്ന് ഞാൻ കാണിച്ച സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ടൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെയല്ലേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഇതൊക്കെ കെട്ടി ഇങ്ങനെ 2 സൈഡും കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് എത്ര ആഴമായെന്ന് നോക്കാം. അയ്യോ, അവരുടെ പണി സാധനമൊക്കെ അതിനകത്ത് ഉണ്ട്. ഫോക്കസ്. ഇപ്പോൾ എത്ര 8-9 തടിയെന്ന് തൊടിയായെന്ന് തോന്നുന്നു. 1 2 3 4 5 6 7 8 തൊടിയം കണ്ട 7-8 തൊടിയം കണ്ട അവരെ കണക്ക് അങ്ങനെയാണല്ലോ. അത്രയായിട്ടുണ്ട്. അപ്പോൾ മണ്ണുകളൊക്കെ ഇവിടുന്ന് കുമ്പാരം കൂടി അവിടെ വരെയായി. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ അധികം ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ. ഓക്കെ, കുഴപ്പമില്ല. പെട്ടെന്ന് വെള്ളം കാണണം എന്നാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഇവിടുത്തെ പ്രാർത്ഥന. ഞാനും അതാണ് വിചാരിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യുന്ന നമ്മളൊരു വീട് പണി ഒന്നും ചെയ്യാനും ഉള്ള ഇതിലോട്ടൊന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എല്ലാം വീട്ടുകാരാണല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇതിൽ മുൻകൈ എടുത്തിറങ്ങുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല, ഞാനിങ്ങനെ വിചാരിക്കുവേ, ഞാനിവിടെ ഉള്ള ദിവസമായി, ഇവിടെ പണി നടക്കുന്ന സമയത്ത് ഇതിനിടയിൽ എനിക്ക് 2-3 ദിവസം അടുപ്പിച്ച് വർക്കുണ്ട്. അപ്പോൾ എനിക്ക് ഒരിതുണ്ട്. ചിലപ്പോൾ ഇനി ഞാൻ ഇല്ലാത്ത ദിവസം തോർത്ത് അവിടെ കിടക്കുന്നു. പോട്ടെ, കുഴപ്പമില്ലേ. ഞാനിവിടെ ഇല്ലാത്ത ദിവസമായിരിക്കുമോ വെള്ളം വരുന്നത് എന്നൊക്കെയൊരു ഇതുണ്ട് കേട്ടോ. ഞാൻ ഉള്ളപ്പോഴായിരിക്കണേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറയാൻ കാരണം, ഞാൻ അത് എങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടേ. പെട്ടെന്ന് ഞാനിങ്ങനെ വിചാരിക്കും, ഞാനിങ്ങനെ അകത്ത് നിൽക്കുമ്പോഴത്തേക്കായിരിക്കും പെട്ടെന്ന് ഇവിടെ ജോലി ചെയ്യുന്ന മാമന്മാരോ പപ്പയോ ആരെങ്കിലും വന്ന് മോളെ വെള്ളം വന്ന് എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നത്. അതെങ്ങനെ ആയിരിക്കും അയ്യോ കൈ കഴിക്കുന്നു ഇതിവിടെ ജോലിക്ക് നിൽക്കുന്ന മാമന്മാരെയൊക്കെ തുണികളൊക്കെ കേട്ടോ. അപ്പോൾ ഞാനത് അതിൻ്റെ ഞാൻ ഇങ്ങനെ വിചാരിക്കും. പെട്ടെന്ന് അവർ വിളിച്ചു പറയുമ്പോൾ എനിക്ക് ഓടി വന്നൊരു വീഡിയോ എടുക്കണമെന്നുണ്ട് കേട്ടോ. അത് ആ ഒരു മൊമെൻ്റ് എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇയാൾ എപ്പോഴും ഇവിടെ വന്നിങ്ങനെ കിടക്കും കേട്ടോ. ഞാനില്ലെങ്കിലും ഇവിടുത്തെ മെയിൻ മേശിരി ഇയാൾ ഇവിടെ കാണും. അപ്പോൾ അങ്ങനെ ആ ഒരു നിമിഷത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ അത് കഴിഞ്ഞിട്ടുള്ളൊരു 3 ദിവസം ഇച്ചിരി ഓട്ടത്തിലായിരിക്കും, വർക്കുണ്ട്. അപ്പോൾ വേറൊരു മാമൻ ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് മന്മഥൻ മാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിങ്കളാഴ്ച ഞാൻ കാണത്തില്ലടാ, മാമന് എന്തോ ആവശ്യമായിട്ട് പോകണമെന്നിങ്ങനെ അടുത്ത് നിന്ന് ആൾ പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത് നിന്ന് മാമൻ പറഞ്ഞു, തിങ്കളാഴ്ച വരെ ഒന്നും പോകത്തില്ല, അതിന് മുമ്പ് വെള്ളം കാണും
എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാനും ഇങ്ങനെ കിട്ടിയാൽ നല്ലത്, അമ്മ കാണിക്കണ്ടെന്ന്. ഓ, എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഇടയ്ക്ക് കൊക്കോയെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്ത്. കനി എവിടെ പോയത്? കനിയും അങ്ങനെ കറങ്ങിയൊക്കെ നടക്കുവാണ്. അപ്പോൾ ഇവിടം വരെയാണ് അപ്ഡേറ്റ്. ഇനി ഒരു എന്താ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് പൊക്കത്തിലുള്ള സ്ഥലമാണ്, തീരെ താഴ്ന്നിരിക്കുന്ന പ്രദേശമല്ല അല്ലേ. ഈ ഏരിയയിൽ വെച്ച് ഏറ്റവും പൊക്കമുള്ള സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എത്ര തൊടിയിൽ കാണും എന്താണെന്നൊന്നും അറിയാൻ വയ്യ. പിന്നെ ഇപ്പോൾ അവർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗം, എനിക്കാണെങ്കിൽ കൈ കഴിക്കുന്നു ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട്, ഭാഗം എത്തിയപ്പോഴത്തേക്ക് ഇപ്പോൾ പറയുന്നത് ചെറിയൊരു നനവ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊരു സന്തോഷം. അപ്പോൾ ഇനി എങ്ങനെയായാലും ഒരു 10-15 തൊടി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. 15 കൂടുതലൊക്കെ പോകുമല്ലേ. 10-18 തൊടിയിലൊക്കെ വെള്ളം കണ്ടാൽ നല്ലതെന്ന് പറയുന്നു. കണ്ടറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു അപ്ഡേഷൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്തായാലും നെക്സ്റ്റ് വീഡിയോ എന്തായാലും എനിക്ക് കിണർ കുഴിച്ച് വെള്ളം വന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ തരണം എന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് നടക്കട്ടെ പിന്നെ ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ ടാറ്റാ.